ഹായ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു മന്തി ട്രൈ ചെയ്താലോ? മന്തി നമ്മളെല്ലാവരും ട്രൈ ചെയ്യാറുള്ളത് തന്നെയാണ്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ലുക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന മന്തിയുടെ സെയിം ടേസ്റ്റിൽ സെയിം സ്റ്റൈലിലുള്ളൊരു മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഇന്ന് നോക്കാനുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന മന്തിയുടെ അതേ ലുക്കാണുള്ളത്. ടേസ്റ്റും സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സ്ട്രാ സാധാരണ ചേർക്കുന്നതിനേക്കാൾ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബസ്മതി റൈസാണ്. സെല്ല റൈസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ്, 15 to 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കണം. 3 കപ്പ് അരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ഇത് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, ഏകദേശം 6 പീസ്. ഇതിങ്ങനെ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും പപ്പടക്കോൽ വെച്ചിട്ടോ അങ്ങനെ കുത്തി കൊടുക്കണം. മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ മാജിക് ക്യൂബാണ്. അതായത് ഈ പാക്കിൽ കാണുന്നത് ഒരു പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 2 കട്ട ഉണ്ടാവും അതിൻ്റെ അകത്ത്. ആ 2 എണ്ണം ഇടുക. ഏലക്കായ ഒരു 10 എണ്ണം ഉണ്ട്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് ഡ്രൈ ലെമണാണ് 1 എണ്ണം. കുരുമുളക് 1 ടീസ്പൂണ്. പൊടിക്കാത്തതാണ്. ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയല്ല, കുരുമുളക് തന്നെ വേണം. ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിയുക, അത് പിന്നെ കാണാനുണ്ടാവില്ല വെന്ത് കഴിയുമ്പോൾ. ഏലക്കായ 10 എണ്ണം. ഈ മാജിക് ക്യൂബ് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പൊടിച്ചിട്ടില്ലെങ്കിലും അത് ഉരുകി പോവും. എങ്കിലും നമ്മൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടിടുക. പിന്നെ ചേർക്കുന്നത് ഫുഡ് കളറാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാകുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വയ്യ. ഓറഞ്ച് കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 3-4 ഡ്രോപ്പ് മതി. അപ്പോൾ തന്നെ കാഴ്ചയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ആ ചിക്കൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, നമുക്ക് റൈസിലേക്കും കൂടി ഉള്ളതാണിത്. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെക്കുക. ഉപ്പിട്ട് കൊടുക്കണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് വേണ്ട. കാരണം നമ്മൾ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുള്ളതാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അകത്തൊന്നും വേവേണ്ട കാര്യമില്ല, പുറം ഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണമെന്ന് പറഞ്ഞത്. ടോട്ടൽ ഒരു 5 മിനിറ്റ് മതി ഹൈ ഫ്ലെയിമിൽ വെക്കാൻ. ഇനി നമ്മൾ അരി തിളപ്പിച്ചെടുക്കുകയാണ്. കുറച്ചധികം തന്നെ വെള്ളം വെക്കുക, ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഏലം, പട്ട, ഗ്രാമ്പൂ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി കഴുകി വെള്ളം നന്നായി വാർത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3/4 വേവൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊറ്റിയെടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് അതിൽ കിടന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ്റെ ആ ലുക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ ക്യാപ്സിക്കം ഒക്കെ അതിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. ചിക്കൻ്റെ അകത്തൊന്നും ശരിക്കും വെന്തിട്ടുണ്ടാവില്ല, കാരണം ടോട്ടൽ 5 മിനിറ്റാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമ്മൾ
1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് കുറച്ചങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. കംപ്ലീറ്റ് അതിൽ തന്നെ വേണമെന്നില്ല. ഡ്രൈ ലെമൺ ഇനി എടുത്ത് മാറ്റാം. അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് ഓർഡറിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, പരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൈസ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3/4 വേവായാൽ മതി, കംപ്ലീറ്റ് വേവണം എന്നില്ല. കാരണം ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇനി ഇത് ദമ്മിൽ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ വെന്തോളും. ഓയിലൊരു പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചതിന് പകുതി നമ്മളിപ്പോൾ സ്പൂൺ വെച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ റൈസൊക്കെ ഇതിൻ്റെ പുറത്തൊന്ന് നിരത്തി വെക്കണം. ഏറ്റവും അവസാനം നമ്മൾ ഈ കോരി മാറ്റി എടുത്ത് വെച്ചിരുന്നല്ലോ സൺഫ്ലവർ ഓയിൽ, ഇതൊന്ന് മാറ്റി വെച്ചിരുന്നത് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. അവിടെ ആയിട്ട് തുള്ളിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓറഞ്ച് കളർ തന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചിരുന്നത്. ഒരു 3-4 ഡ്രോപ്പ് മതി. ഇടയ്ക്ക് ചില റൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ പാലിൽ കലക്കുക. അതും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ റൈസിൻ്റെ കളറിൽ നല്ല മാറ്റം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അവിടെ ആയിട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് വന്നോളൂ. ഇനി നമ്മൾ അടച്ച് വെക്കാം. അലൂമിനിയം ഫോയിൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, എന്നിട്ട് അടച്ചാൽ മതി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ അടപ്പ് നല്ല വെയിറ്റുള്ളത് കാരണം ഞാനത് വെക്കുന്നില്ല. കറക്റ്റ് അരമണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ശരിക്കും പാത്രം തുറക്കുമ്പോൾ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന മന്തിയുടെ സെയിം സ്മെല്ലാണ്. സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മന്തി ട്രൈ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ആണ് ഏറ്റവും നല്ലത്. സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യുക, കാരണം ഓയിലൊക്കെ കുറച്ച് താഴെ ആയിരിക്കും ഉണ്ടാവുക. ചിക്കനും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. മൂന്ന് കപ്പ് അരിയാണെങ്കിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ധാരാളം തന്നെ മതിയാവും. ഒരുപാട് വേണമെന്നില്ല. അപ്പോൾ പാകത്തിന് ഓയിലി ആയിട്ട് കിടക്കും. കളർ മസ്റ്റായിട്ടും ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞത് റെസ്റ്റോറൻറ്റിലെ അതേ സ്റ്റൈൽ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ചേർക്കാറില്ല. നമുക്ക് റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും ആവശ്യത്തിനുള്ള ഓയിലേ ഉള്ളൂ. ഒരുപാട് ഓയിൽ ഒഴിച്ച് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടില്ല. പാകത്തിന് ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. റെഡിയായി സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം മന്തി നമ്മളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടാറില്ല. എപ്പോഴും ഉള്ളൊരു പരാതിയാണ് പലർക്കും, റെസ്റ്റോറൻറ്റിലെ മന്തി വേറൊരു ടേസ്റ്റ് തന്നെയാണ് എന്നുള്ളത്. ഇനി മാഗി ക്യൂബിൻ്റെ എണ്ണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് കൂട്ടാം. പക്ഷേ ഉപ്പ് കൂടി പോവാതെ നോക്കണം, കാരണം മാഗി ക്യൂബിൽ ഇഷ്ടം പോലെ ഉപ്പുള്ളതാണ്. അത് കൂടി പോവാതെ നോക്കുക. ഞാൻ 2 എണ്ണ ഇട്ടിട്ടുള്ളൂ. 2 എണ്ണം മീൻസ് ഒരു പാക്കാണ്. ഒരു പാക്കിൽ 2 എണ്ണ ഉണ്ടാവും. എന്തായാലും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിന് മുമ്പ് ഞാൻ വേറെ 2 ടൈപ്പ് മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടു നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരും. താങ്ക് യു.